അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കാം. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ഇട്ട് ചെറുതായിട്ടൊന്ന് നിറം മാറി വരുന്ന സമയത്ത് നമുക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കശുവണ്ടി പരിപ്പിൻ്റെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഉണക്കമുന്തിരി ഒന്ന് വീർത്ത് വരണം. അപ്പോൾ ഉണക്കമുന്തിരി എല്ലാം വീർത്ത് കശുവണ്ടിപ്പരിപ്പിൻ്റെ നിറമൊക്കെ ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി ഈ നെയ്യിൽ നിന്നും അങ്ങ് കോരി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ബാക്കി നെയ്യിലേക്ക് 1/2 കപ്പ് വെർമസെല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നല്ലൊരു ഗോൾഡൻ നിറം ആവുന്നത് വരെ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത വെർമസെല്ലി ആണെന്നുണ്ടെങ്കിലും ഈ ബാക്കി വന്ന നെയ്യിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് എങ്കിലും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വെർമസെല്ലി ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ചൗവരി വേവിച്ചെടുത്തതാണ്. ഞാൻ 4 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് 1/2 കപ്പ് ചൗവരി ഇട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ച് എടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ കണ്ണാടി പരുവം ആവുന്നത് വരെ ഇതുപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ പച്ചവെള്ളം കുറച്ചധികം പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇതാ വെച്ചിരിക്കുന്നത്. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മൾ കുതിർത്തെടുത്ത ചൗവരിയാണെന്നുണ്ടെങ്കിൽ 3 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഞാൻ കുതിർക്കാതെയാണ് ചൗവരി വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നല്ല പഴുത്തിട്ടുള്ള പുളിയൊന്നുമില്ലാത്ത മാമ്പഴമാണ്. അത്യാവശ്യം വലിപ്പമുള്ള നല്ല മധുരമുള്ള 2 മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് തൊലിയെല്ലാം മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മാമ്പഴം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. മാമ്പഴം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വെള്ളം ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. ഇത് അടിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പാല് ഒഴിച്ചിട്ട് അടിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ വെള്ളമോ പാലോ ഒന്നും ചേർക്കുന്നില്ല. വെറുതെ മാമ്പഴം മാത്രമായിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അപ്പം നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമോ അല്ലെങ്കിൽ പാലോ ചേർക്കാതെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇതൊക്കെ അടിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് പാലൊഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പം ഞാൻ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ലിറ്റർ നല്ല കട്ടിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി പാലൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പം പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെർമസെല്ലി ചേർത്ത് കൊടുക്കുക. ഇനി വെർമസെല്ലി ഒന്ന് വേവിച്ചിട്ടെടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം വെർമസെല്ലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അളവിന് അനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം മധുരമുണ്ട്. കുറച്ചും കൂടെ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് 1-2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണ്. സാധാരണ പൊടിച്ചെടുത്ത ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചെടുത്ത ചൗവരി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച ഉണക്കമുന്തിരിയും കശുവണ്ടി പരിപ്പും ചേർക്കാം. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ചൂടാണ്. നല്ലതുപോലെ ഒന്ന് ചൂട് മാറണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയിട്ടുണ്ട്. നന്നായിട്ട് മാറിയതിന് ശേഷമാണ് നമ്മൾ മാമ്പഴം അടിച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കാനുള്ളത്. നമ്മൾ മാമ്പഴം അടിച്ചെടുത്തത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് മാമ്പഴം അടിച്ചെടുത്തതാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടോടുകൂടി മാമ്പഴം അടിച്ചെടുത്തത് ചേർക്കരുത്. അതിൻ്റെ ചൂട് നല്ലതുപോലെ ഒന്ന് മാറിയിട്ട് വേണം നമ്മൾ മാമ്പഴം അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് നോക്കിയിട്ട് മധുരം ആവശ്യമുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്കോ പഞ്ചസാരയോ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ എടുത്ത മാമ്പഴം നല്ല മധുരമുള്ള മാമ്പഴമാണ്. അതുകൊണ്ട് പാകത്തിനുള്ള മധുരമുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ക്രീം പരുവത്തിൽ ഇതാ കിട്ടിയിട്ടുണ്ട്. ഈ പായസം ചൂടോടുകൂടിയല്ല കഴിക്കാനുള്ളത്, തണുപ്പിച്ചാണ് കഴിക്കാനുള്ളത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിച്ചാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം മിക്സ് ചെയ്തിട്ട് കഴിച്ചാലും മതി. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിട്ട് നല്ല കുറുകി നല്ല അടിപൊളിയായിട്ട് ഇതാ ഇരിപ്പുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് പിസ്തയും കുറച്ച് ബദാമും ഇതുപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കുക. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, വേണോ നിർബന്ധമൊന്നുമില്ല.
ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മാമ്പഴം ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും മാമ്പഴം വെച്ചിട്ടുള്ള പായസം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ മാത്രം മതി ക്ഷീണവും വിശപ്പും ദാഹവും ഒക്കെ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്